Hi dears, welcome back to Fayhas Kitchen. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഗ്രിൽഡ് ഫിഷിൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫിഷ് കട്ട് ചെയ്യുന്ന ഒരു രീതിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു വീഡിയോയും കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ ഫൈഹാസ് കിച്ചൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ഫിഷ് ക്ലീൻ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മിൽക്ക് ഫിഷാണ്. ഇത് ഗ്രില്ല് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ഫിഷാണ്. അപ്പോൾ നമുക്ക് അത് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇക്കയാണ് ഫിഷ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെതമ്പിൽ കളയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അതുപോലത്തെ ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്. ഒരു മരത്തിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അതിന് ഇതുപോലെ ഇങ്ങനെ ആണി തറച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു 5-6 എണ്ണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചെതമ്പിൽ കളയാൻ വളരെ എളുപ്പമാവും. പിന്നെ കത്തിയൊക്കെ വെച്ചിട്ട് ചെയ്യുകയെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ വലിയ ഫിഷ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും കളയാൻ വേണ്ടിയിട്ട്. കണ്ടപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് തന്നെ വരുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊക്കെ ഇനി ഫിഷ് ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലത്തെ വലിയ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ചെതമ്പിലൊക്കെ കളയാൻ പറ്റും. അപ്പോൾ ആദ്യം ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ചെതമ്പിലൊക്കെ കളയുന്നുണ്ട്. നന്നായിട്ട് 2 സൈഡിലും നമ്മൾ നന്നായിട്ട് കളയാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഫിഷ് കട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ കൂടി ഉൾപ്പെടുത്താൻ കാരണം നമ്മളിപ്പോൾ ഇത് ഗ്രില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു മെത്തേഡിലാണ് നമ്മളിത് കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇതിൻ്റെ പുറംഭാഗത്തു കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ 2 പീസാക്കിയിട്ടാണ് നമ്മളിതിനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉൾപ്പെടുത്തുക എന്നുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിൽ ഈ ഒരു ഫിഷ് കട്ടിങ്ങിൻ്റെ ഈ ഒരു വീഡിയോയും കൂടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതപ്പോൾ നമ്മളിതിൻ്റെ ചെതമ്പലൊക്കെ കളഞ്ഞിട്ടുണ്ട്, നല്ല ക്ലീൻ ആക്കിയിട്ട് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇതിൻ്റെ ഈ സ്കിന്നൊക്കെ ഇതിന്ന് ഈ ചെതമ്പലൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ചെതമ്പിലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വാലൊന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫിഷ് കട്ട് ചെയ്യുന്ന ഒരു കത്രിക വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഈ ഒരു മീനിൻ്റെ ഇത് കട്ട് ചെയ്യാൻ. കുറച്ച് വലുതായതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കത്രിക വെച്ചിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് കട്ടായി കിട്ടും. എന്നിട്ട് പിന്നെ അതുപോലെ തന്നെ സൈഡിലുള്ള ഇതുപോലത്തെ ചിറകുകളും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇവിടെ ഓവനിലാണ് ഞാനിപ്പോൾ ഈ ഒരു ഫിഷ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. കാരണം ഇപ്പോൾ പുറത്ത് ചെറിയൊരു സൗകര്യക്കുറവുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ചാർക്കോളൊന്നും വെച്ച് ഗ്രില്ല് ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾക്ക് ചാർക്കോൾ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതേ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് മസാല ഒക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ഈ ചിറകുകളും അതുപോലെ തന്നെ ഈ തലേൻ്റെ അവിടെ ഉള്ള ഈ ചിറകൊക്കെ കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പോഴാണ് നമ്മളിത് ശ്രദ്ധിക്കേണ്ടത്. ഈ സൈഡിൽ ഇതിൻ്റെ ഈ പുറകു വശത്തുള്ള ഈ വാലിൻ്റെ അവിടുന്ന് ഇതുപോലെ ഇതുപോലെ നേർക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കാരണം ഇതുപോലെ കത്തിയൊന്ന് ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ തലഭാഗം എത്തുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ ഫിഷ് ഗ്രില്ല് ചെയ്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാവും നമുക്ക് ഗ്രില്ല് ചെയ്ത് കിട്ടുന്നുണ്ടാവുക. ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കത്തി വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ഫിഷ് കട്ടിങ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇക്കാനെ ഏൽപ്പിച്ചിട്ടുള്ളത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വേറെ രീതിയിലായി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ അതിപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കണ്ടു. ഇതിൻ്റെ ഉൾവശം ഇപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇങ്ങനെ നമ്മൾ ഫിഷ് കട്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ഗുണം കൂടെ ഉണ്ട്. നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി മസാല ഒക്കെ നമ്മൾ നന്നായി തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇതിൽ ഈ ഫ്ലേവറൊക്കെ നമുക്ക് ഈ ഒരു ഫിഷിൽ ഉണ്ടാവും. നന്നായിട്ട് മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഗുണം കൂടി ഉണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ ഫിഷ് ഗ്രില്ല് ചെയ്ത നമുക്ക് കിട്ടുക ഈ ഒരു രീതിയിലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വേസ്റ്റൊക്കെ എടുത്ത് കളയാം. അപ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഇതിപ്പോൾ നമ്മളിങ്ങനെ ക്ലോസ് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ഫിഷിൻ്റെ ഉള്ളിലുള്ള
ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഫിഷിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ഈ ഒരു ഭാഗം നമുക്ക് ക്ലീൻ ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിഷിന് ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ അത് മൊത്തത്തിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫിഷിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം. നന്നായിട്ട് ഉള്ളിലൊക്കെ നന്നായിട്ട് വെള്ളം എടുത്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫിഷ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറിയ പീസാക്കി എടുത്തിട്ട് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. പിന്നെ അടുത്തതായിട്ട് ഒരു കുടം വെളുത്തുള്ളി. ഇതിപ്പോൾ വലിയ ഫിഷാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു വലിയൊരു കുടം വെളുത്തുള്ളി മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി അത്രയും ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല അതുകൂടെ നമുക്കൊന്ന് ചേർക്കാം. പിന്നെ അതിലേക്ക് അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക്. പിന്നെ വേണ്ടത് നമുക്ക് മുളക് പൊടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്, അപ്പോൾ നല്ലൊരു കളറിനും കൂടി വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് സാധാരണ നമ്മൾ എരിവുള്ള നോർമൽ മുളക് പൊടി അത് 1 ടേബിൾ സ്പൂണും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അറബിക് മസാലയാണ്. അപ്പോൾ അതൊരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ അറബിക് മസാല കൂടെ ചേർക്കുക. അപ്പോൾ നമ്മൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇത്രയും ചേർത്തിട്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ടൊമാറ്റോ പേസ്റ്റാണ്. ടൊമാറ്റോ പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഒലിവ് ഓയിൽ, ഏകദേശം ഒരു 1/4 കപ്പ് ഒലിവ് ഓയിലും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഫൈനായിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാല നല്ല ഫ്ലേവറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാം. ഇനി നമുക്കിത് ഫിഷിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇപ്പോൾ ഫിഷിൽ നമുക്കിത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അതിന് മുന്നായിട്ട് ഞാൻ ഫിഷിൽ ഒരു ചെറുനാരങ്ങ നീര് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങൻ്റെ നീര് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മസാല അരക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ചെറുനാരങ്ങ നീര് ചേർക്കാം. പക്ഷേ ഞാൻ അപ്പോൾ ചേർക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് ഒലിവ് ഓയിൽ ചേർത്തിട്ടാണല്ലോ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ചെറുനാരങ്ങയുടെ നീരും കൂടെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ മസാല ലൂസായി പോകും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്റ്റേജിൽ ചേർക്കാതിരുന്നത്. അപ്പം മീനിലൊന്നും നന്നായിട്ട് പിടിക്കില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫിഷ് ഒന്ന് വരഞ്ഞും കൂടെ കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മസാല ഫുള്ളിലേക്ക് പിടിക്കും. എന്നിട്ട് ചെറുനാരങ്ങ നീര് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഈ മസാല നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മസാല നന്നായിട്ട് അപ്ലൈ ചെയ്യാം. നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. ഉള്ളിലൊക്കെ നന്നായിട്ട് കണ്ടു. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലൊക്കെ നല്ല മസാല ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫിഷ് ഗ്രില്ല് ചെയ്തത് കഴിക്കുമ്പോൾ തന്നെ നല്ല മസാല ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ നന്നായിട്ട് തന്നെ നമുക്ക് ഈ ഫിഷിൽ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഫിഷ്. അപ്പം ഇനി ഇപ്പോൾ നമ്മൾ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുറം വശത്തും കൂടെ ഇതുപോലെ ഒന്ന് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഏകദേശം ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേന് നമ്മുടെ മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഈ ഫിഷ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ഫിഷ് ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗ്രിൽ ചെയ്യുന്നതിൻ്റെ അടിയിൽ വെക്കുന്ന ഈ ഒരു ട്രേ, അതിൽ നമ്മൾ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോയിൽ പേപ്പർ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിഷ് ഗ്രിൽ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ മസാലയും അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന ഓയിലൊക്കെ ഇതിലാവും ഇറ്റ് വീഴും. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഗ്രിൽ ചെയ്യുന്ന ഈ സ്റ്റാൻഡും കൂടെ വെച്ചിട്ട് അതിൽ നമുക്ക് ഫിഷ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഫിഷിനെ 2 സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ ഓവന് കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ, പിന്നെ ഈ ഫിഷും അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓവനിൽ ഗ്രിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ സെൻറ്റർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫിഷിൽ ഞാനിപ്പോൾ പൊട്ടാറ്റോ ഒന്ന് നമ്മുടെ സെയിം മസാല വെച്ചിട്ട് ഒന്ന് അതും കൂടെ ഒന്ന് വെക്കുക. ഇനി നമുക്കൊരു 40 മിനിറ്റ് നമുക്കൊന്ന് 40 to 45 മിനിറ്റ് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫിഷ് ഇത് അവിടെ നന്നായിട്ട് ഗ്രില്ലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ലെമണൊക്കെ വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലും കൂടെ ഇടുന്നുണ്ട്.
അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു മസാല ഒക്കെ നല്ല ടേസ്റ്റാണ്, നിങ്ങൾ എന്തായാലും ഒന്ന് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഞങ്ങൾക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.